നമസ്കാരം. 40 കഴിഞ്ഞ സ്ത്രീകളിൽ പൊതുവേ ഇപ്പോൾ ഹാർട്ട് അറ്റാക്കിൻ്റെ റേറ്റ് കൂടുന്നു എന്ന് പറയുന്നുണ്ട്. 40 കഴിഞ്ഞ സ്ത്രീകളിൽ എന്നല്ല, കോമൺ ആയിട്ട് പുരുഷന്മാരിലാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഹാർട്ട് അറ്റാക്ക് കാണുന്നത്. പെട്ടെന്നുള്ള കാർഡിയാക് അറസ്റ്റിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണെന്നും നമുക്കൊരു ഗ്യാസ്ട്രിക് പെയിനിൽ നിന്ന് അല്ലെങ്കിൽ ഗ്യാസിൻ്റെ പെയിനിൽ നിന്ന് എങ്ങനെ ഈ ഹാർട്ട് അറ്റാക്കിൻ്റെ പെയിൻ വേർതിരിക്കാമെന്നും സ്ത്രീകളിൽ എന്തുകൊണ്ട് ഇപ്പോൾ അത് കൂടുന്നു എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഞാൻ ഡോക്ടർ ജോബിതാപ്ഷൻ, ഡോക്ടർ ബാസിൽ സോമിയ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട്, മലപ്പുറം ജില്ല. പൊതുവെ സ്ത്രീകളെ സേവ് ചെയ്യുന്ന ഒരു സേവിയർ ഹോർമോണാണ് നമ്മൾ ഈസ്ട്രജൻ എന്ന് പറയുന്നത്. ഈസ്ട്രജൻ ഹോർമോൺ നമ്മുടെ ബോഡിയിലുള്ളിടത്തോളം കാലം അത് നമുക്ക് ഹാർട്ട് അറ്റാക്കിനുള്ള സാധ്യതയെ കുറച്ച് കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ പൊതുവെ 50 ഒക്കെ കഴിയുമ്പോൾ, മെനപ്പോസ് ആകുമ്പോൾ അല്ലെങ്കിൽ ആർത്തവം നിൽക്കുന്ന സമയത്തായിരിക്കും നമ്മൾ സ്ത്രീകളിൽ കോമൺ ആയിട്ട് ഹാർട്ട് അറ്റാക്ക് കേൾക്കുന്നത്. മെയിൽസിലാണ് ഏറ്റവും കൂടുതൽ ഇത് കാണുന്നത്. അതിൻ്റെ കാരണം അവർക്ക് ഈസ്ട്രജൻ എന്ന ഹോർമോണിൻ്റെ കുറവ് തന്നെയാണ്. പൊതുവെ മെയിൽസിലുണ്ടാവുന്നത് ആൻഡ്രോജൻസും ഫീമെയിൽസിലുണ്ടാവുന്നത് ഈസ്ട്രജൻസുമാണ്. അപ്പോൾ ഈ ഈസ്ട്രജൻ ഹോർമോൺ എപ്പോഴും ഒരു സേവിയർ ഹോർമോണായിട്ട് ആക്ട് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഹാർട്ട് അറ്റാക്കിൻ്റെ റേറ്റ് 30കളിലും 40കളിലൊക്കെ വളരെ കുറവാണ്. പക്ഷേ ഇന്നത്തെ കാലത്ത് നമ്മൾ വീണ്ടും അത് കൂടുതലായിട്ട് കാണുന്നു. അത് ഈ ഈസ്ട്രജൻ ഫ്ലക്ച്വേഷൻ തന്നെയാണ് ഒരു കാരണം. സ്ത്രീകൾ അത് നേരത്തെ വരാനുള്ള ഒരു റീസൺ ഈസ്ട്രജൻ്റെ ഫ്ലക്ച്വേഷൻ തന്നെയാണ്. ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാവാം. നേരത്തെ ഉഫറക്ടമി ചെയ്തവർ, അതായത് അണ്ടാശയങ്ങൾ, നമുക്ക് ഈസ്ട്രജൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത് അണ്ടാശയത്തിൽ നിന്നാണ്. അപ്പോൾ ഏതെങ്കിലും സർജറി മുഖേന ഈ അണ്ടാശയങ്ങൾ എടുത്തു കളഞ്ഞവരുണ്ടാവാം. അങ്ങനെ ഏതെങ്കിലും വിധേന ഈസ്ട്രജൻ്റെ ഡെഫിഷ്യൻസി വരിക, അല്ലെങ്കിൽ ചില ആൾക്കാർക്ക് ഇൻഫെർട്ടിലിറ്റി ഉണ്ടാവും, വന്ധ്യത, ഈസ്ട്രജൻ ഹോർമോണിൻ്റെ ഡെഫിഷ്യൻസി, അല്ലെങ്കിൽ അണ്ടാശയങ്ങളുടെ വലിപ്പക്കുറവ്, അണ്ടാശയങ്ങളുടെ അട്രോഫി, അത് ചുരുങ്ങി പോകുന്നത്, ഇത്തരം കണ്ടീഷൻസ് ഒക്കെ വളരെ ഏർലി സ്റ്റേജിൽ അനുഭവിക്കുന്ന സ്ത്രീകളുണ്ടാവാം. അവർക്കും ഹാർട്ട് അറ്റാക്കിൻ്റെ സാധ്യത കൂടുതലാണ്. എവിടെ ഹോർമോൺ കുറയുന്നു അവിടെ നിങ്ങൾക്ക് ഈ ഒരു കംപ്ലൈൻറ്റ് വരാം. പക്ഷേ ഈസ്ട്രജൻ ഹോർമോൺ കൂടിയാലോ, കൂടുമ്പോൾ വരുന്നതാണ് യൂട്രൈൻ റിലേറ്റഡ്, മറ്റ് ഗർഭപാത്ര റിലേറ്റഡ് ആയിട്ടുള്ള കംപ്ലൈൻറ്റ്സ് ആയിട്ടുള്ള ഫൈബ്രോയിഡ്സ് പോലുള്ള മുഴകൾ, തടിപ്പുകൾ, ഇതെല്ലാം ഈസ്ട്രജൻ കൂടുന്നതിൻ്റെ ഭാഗമായിട്ടുണ്ടാവുന്നതാണ്. എപ്പോഴും നമ്മുടെ ബോഡിയിൽ ഹോർമോൺ അതിൻ്റെ ലെവലിൽ നിൽക്കുകയാണെങ്കിലേ കാര്യമുള്ളൂ. എപ്പോഴും അതിൻ്റെ ആപ്റ്റ് ലെവലിൽ നിൽക്കണം. കുറയാനും പാടില്ല, കൂടാനും പാടില്ല. കുറയുമ്പോൾ അതിൻ്റേതായ ബുദ്ധിമുട്ടുകളുണ്ടാവും, കൂടുമ്പോൾ മറ്റു ബുദ്ധിമുട്ടുകളിലേക്കും പോകും. അപ്പം നമുക്ക് സ്ത്രീകളിൽ ഇങ്ങനെ വരാനുള്ള റീസൺ ഇപ്പോൾ ഈസ്ട്രജൻ്റെ ഡെഫിഷ്യൻസിയാണെന്ന് പറഞ്ഞു. ഇനി എങ്ങനെയാണ് സ്ത്രീകളിൽ ഹാർട്ട് അറ്റാക്ക് വരുമ്പോൾ കാണിക്കുന്ന ലക്ഷണങ്ങൾ, അത് സ്ത്രീകളിലും പുരുഷന്മാരിലും വ്യത്യാസമുണ്ടോ എന്ന് നോക്കുക. തീർച്ചയായിട്ടും ചെറിയ ചെറിയ വ്യത്യാസങ്ങളുണ്ട്. അത് ഒന്നാമത് നമുക്ക് ഗ്യാസ് പെയിനും അല്ലെങ്കിൽ ഒരു ഹാർട്ട് അറ്റാക്കിൻ്റെ പെയിനും എങ്ങനെയാണ് ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ നോക്കാം. നിങ്ങൾക്കിപ്പോൾ വീട്ടിൽ പാരമ്പര്യമായിട്ട് ഹാർട്ട് ഡിസീസ് ഉള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഇത് ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ നിൽക്കരുത്. നിങ്ങൾ ഗ്യാസ്ട്രിക് പെയിനാണ് അല്ലാന്നുണ്ടെങ്കിൽ ഹാർട്ട് അറ്റാക്കിൻ്റെ പെയിനാണോ എന്ന് അറിയാൻ വേണ്ടി 3-4 ദിവസം വെയിറ്റ് ചെയ്യരുത്. നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ ഫാദർ സൈഡിൽ, മെറ്റേണൽ സൈഡിലോ പെറ്റേണൽ സൈഡിലോ ഇത്തരം ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ ഹൃദയ സംബന്ധമായ രോഗങ്ങളുള്ളവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊരു മെഡിക്കൽ അഡ്വൈസ് പെട്ടെന്ന് തന്നെ നോക്കേണ്ടതാണ്. ഇനി ഗ്യാസ്ട്രിക് പെയിൻ എപ്പോഴും നമുക്ക് നമ്മുടെ ഈ നടുവിലെ എല്ലിൻ്റെ ഏറ്റവും താഴെ ആയിരിക്കും പെയിൻ അനുഭവപ്പെടുക. നമ്മളവിടെ പ്രസ് ചെയ്ത് ഇത് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും, ഈ സ്റ്റേർണൽ ബോണിൻ്റെ ഏറ്റവും താഴത്തെ പോയിന്റിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ പെയിൻ വരുന്നത് യൂഷ്വലി നമുക്ക് ഗ്യാസ് കൊണ്ടുണ്ടാകുന്ന വേദനയാണ്. പക്ഷേ ഹാർട്ട് അറ്റാക്കിൻ്റെ വേദന അതിൽ നിന്ന് വ്യത്യസ്തമാവുന്നത്, അത് ലൊക്കേറ്റ് ചെയ്യുന്നത് കുറച്ചും കൂടെ ലെഫ്റ്റ് സൈഡിൽ, അല്ലാന്നുണ്ടെങ്കിൽ മിഡിൽ, ഏറ്റവും ഈ ബോണിൻ്റെ സെൻറ്റർ ബോണിൻ്റെ ഏറ്റവും മിഡിൽ പോർഷനിൽ നിങ്ങളുടെ നിപ്പിളിൻ്റെ സെൻറ്ററിലായിട്ടായിരിക്കും പെയിൻ അനുഭവപ്പെടുന്നത്. ഇനി ഈ വേദനക്കും വ്യത്യാസമുണ്ട്. റേഡിയേറ്റിംഗ് ടൈപ്പ് പെയിനും ഉണ്ട്, അല്ലെങ്കിൽ റേഡിയേറ്റ് ചെയ്യാത്ത ഒരേ ലൊക്കേഷനിൽ നിൽക്കുന്ന വേദനയുണ്ട്. യൂഷ്വലി നിങ്ങളെല്ലാവരും ഏറ്റവും കൂടുതൽ കേട്ടിട്ടുണ്ടാകും ഇടത്തെ കയ്യിൽ അല്ലെങ്കിൽ ലെഫ്റ്റ് ഹാൻഡിലോട്ട് പെയിൻ വരും എന്നുള്ളത്. അത് ഒരു തെറ്റായ ധാരണയാണ്. ഹാർട്ട് അറ്റാക്കിൻ്റെ സമയത്ത് ലെഫ്റ്റ് ഹാൻഡിലേക്ക് മാത്രമൊന്നുമല്ല പെയിൻ വരിക, ലെഫ്റ്റ് ഹാൻഡും റൈറ്റ് ഹാൻഡും ഇൻവോൾവ് ആവാൻ സാധ്യതയുണ്ട്. റേഡിയേറ്റിംഗ് പെയിൻ ഉണ്ടാവാൻ സാധ്യത വളരെ കൂടുതലാണ്. ഇപ്പം ഗ്യാസ്ട്രിക് പെയിൻ ആകുമ്പോൾ അങ്ങനെ ഒരു റേഡിയേറ്റിംഗ് പെയിൻ ഉണ്ടാവില്ല. നിങ്ങളുടെ അപ്പർ അബ്ഡമൻ, മേലത്തെ വയറ്, അല്ലെങ്കിൽ മിഡിൽ അംബിലിക്കസിൻ്റെ ഭാഗം, പുക്കിളിൻ്റെ ഭാഗം, അല്ലാന്നുണ്ടെങ്കിൽ ലോവർ അബ്ഡമൻ, താഴെയുള്ള വയറിൻ്റെ ഭാഗത്തൊക്കെ ആയിരിക്കും വേദന ലൊക്കേറ്റ് ചെയ്യുന്നത്. പക്ഷേ ഈ ഒരു ഹാർട്ട് അറ്റാക്കിൻ്റെ കേസിലാവുമ്പോൾ കൂടുതലായിട്ടും പെയിൻ നിങ്ങൾക്ക് വരുന്നത് സെൻറ്റർ ഓഫ് ദ ചെസ്റ്റ്, അല്ലാന്നുണ്ടെങ്കിൽ ഇത്തിരി ലെഫ്റ്റ് സൈഡിലോട്ടായിട്ട് റൈറ്റ് ഹാൻഡും അല്ലെങ്കിൽ ലെഫ്റ്റ് ഹാൻഡും, 2 ഹാൻഡും ഇൻവോൾവ് ആണ്. ഒപ്പം ബോത്ത് ഷോൾഡേഴ്സ് ഇൻവോൾവ് ആണ്, നെക്ക് ഇൻവോൾവ് ആണ്, ആൻഡ് ഓൾസോ ജോ, നിങ്ങളുടെ ഈ താടി എല്ലിലേക്ക് വേദന വരുന്നതും ഹാർട്ട് അറ്റാക്കിൻ്റെ ഒരു ലക്ഷണമായിട്ട് തന്നെ കാണണം. അപ്പോൾ ഈ ടൈപ്പ് റേഡിയേറ്റിംഗ് പെയിൻ കൂടുതലായിട്ടും വരുന്നത് ഹാർട്ട് അറ്റാക്കിനായിരിക്കും. പക്ഷേ ഗ്യാസ്ട്രിക് പെയിൻ എപ്പോഴും നിങ്ങളുടെ വയറിൽ ലൊക്കേറ്റ് ചെയ്തിട്ടിരിക്കും, അല്ലെങ്കിൽ ബാക്ക് സൈഡിലേക്ക് പോകാൻ ചാൻസ് ഉണ്ട് പെയിന്. ഇനി ഗ്യാസ്ട്രിക് പെയിന് നിങ്ങൾക്ക് മാറാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ പൊസിഷൻ ചേഞ്ച് ചെയ്യുക, നിങ്ങൾ കിടക്കുക, നടക്കുക, അല്ലെങ്കിൽ കുറച്ചും കൂടി ആക്റ്റീവായിട്ട് കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് ഗ്യാസ് ബോഡിയിൽ നിന്ന് ഒഴിഞ്ഞു പോകുമ്പോൾ തന്നെ നിങ്ങൾക്ക് ആ പെയിനിനൊരു റിലീഫ് ഉണ്ടാവും. അല്ലെങ്കിൽ ഗ്യാസിന് വേണ്ടിയിട്ട് എന്തെങ്കിലും റെമഡി എടുക്കുമ്പോൾ, എന്തെങ്കിലും മരുന്നുകൾ അല്ലെങ്കിൽ ഹോം റെമഡി എടുക്കുമ്പോൾ 1/2 മണിക്കൂറോ 1 മണിക്കൂറോ കൊണ്ട്
കൊണ്ട് നിങ്ങൾക്ക് ആ വേദന കുറയുന്നതായിട്ട് കാണാൻ പറ്റും. ബട്ട് നിങ്ങൾക്ക് ഹാർട്ട് അറ്റാക്കിൻ്റെ പെയിന് ഒരിക്കലും മാറില്ല. അത് അങ്ങനെ വന്നുകൊണ്ടേയിരിക്കുന്ന വേദനയായിരിക്കും. ഇനി വേദനയുടെ നേച്ചർ പറയുകയാണെന്നുണ്ടെങ്കിൽ ഹാർട്ട് അറ്റാക്കിന് ആക്ച്വലി നമുക്ക് പെയിൻ എന്ന് പറയാൻ പറ്റില്ല. ചിലർക്ക് ഈ പെയിൻ ഫീൽ ചെയ്യുള്ളൂ. കൂടുതലായിട്ടും ടൈറ്റ്നെസ് അല്ലെങ്കിൽ ഒരു കഞ്ചഷൻ, ഭയങ്കര പ്രഷർ, ഈ നെഞ്ചും കൂടിനകത്ത് എല്ലാം തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന പോലെ നമുക്ക് പെട്ടെന്ന് ശ്വാസം എടുക്കാൻ കഴിയാത്തൊരവസ്ഥ, നമുക്കൊരു അടി മുന്നോട്ട് നടക്കാൻ പറ്റില്ല എന്ന് തോന്നുന്നൊരവസ്ഥ, ചെറുതായിട്ടൊന്ന് നടക്കുമ്പോൾ തന്നെ ഇവിടെ അങ്ങ് ടൈറ്റായിട്ട് ഇറുകി വരുന്ന പോലൊരു തോന്നലാണ് കൂടുതൽ പേരും പറയാറ്. ഞാൻ 1-2 പേര് അനുഭവസ്ഥർ പറഞ്ഞറിഞ്ഞിട്ടുള്ളത്, നമുക്കിങ്ങനെ പെയിൻ വരുമ്പോൾ എത്രയോ കിലോ ഭാരം നമ്മുടെ നെഞ്ചിൽ വെച്ച് അമർത്തി നിൽക്കുന്ന പോലെയാണ് തോന്നുകയെന്ന് പറയാറ്. അപ്പോൾ എത്രയോ ഒരു വെയിറ്റ്, ഒരു 500,000 kgs ഒക്കെ നമ്മുടെ ചെസ്റ്റിൻ്റെ പുറത്ത് വെച്ചാലുള്ളൊരു ഫീൽ, ആ ഒരു ടൈറ്റ്നസ്, ആ ഒരു പ്രഷറാണ് കൂടുതലും ഹാർട്ട് അറ്റാക്കിന് ഫീൽ ചെയ്യുക. ഇതിൽ തന്നെ ഡയബറ്റിക് ആയിട്ടുള്ള ആൾക്കാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചില ആൾക്കാർക്കൊന്നും പെയിൻ ഫീൽ ചെയ്യാൻ സാധ്യതയില്ല. പെയിൻലെസ് ആയിട്ടും ഇത്തരം ഹാർട്ട് അറ്റാക്സ് സംഭവിക്കാം. സൈലൻ്റ് അറ്റാക്ക് എന്നൊക്കെ പറയുന്നത് ഇതിൽ പെട്ടതാണ്. യാതൊരു ബുദ്ധിമുട്ടുകളും ലക്ഷണങ്ങളും ഇല്ലാതെ പെട്ടെന്ന് വരുന്ന സൈലൻ്റ് ആയിട്ട് വരുന്ന ഒരു അറ്റാക്ക്, കാർഡിയാക് അറസ്റ്റാണ് കൂടുതലും ഈ ഡയബറ്റിസ് ഉള്ള ആൾക്കാരിലൊക്കെ കണ്ടുവരുന്നത്. അപ്പോൾ പെയിൻ ഞാൻ പറഞ്ഞല്ലോ, പെയിൻ എല്ലാവർക്കും ഉണ്ടാവില്ല. നമ്മൾ 10 പേരെടുത്താൽ അതിൽ ഒരാൾക്ക് മാത്രമായിരിക്കും അതികഠിനമായിട്ടുള്ളൊരു വേദന വരുള്ളൂ. അധിക പേർക്കും വലിയ വേദന ഇല്ലാതെ ഈ ടൈറ്റ്നസ് മാത്രമാണ് ഫീൽ ചെയ്യാൻ പറ്റുക. ഇനി പുരുഷന്മാർ സ്ത്രീകളെ സംബന്ധിച്ചൊരു ഡിഫറൻഷ്യേറ്റിംഗ് പോയിന്റ് ഇവിടെ ഉണ്ട്. കൂടുതലായിട്ടും ഹാർട്ട് അറ്റാക്ക് വരുമ്പോൾ ഈ താടി എല്ലിലേക്ക് വേദന വരുന്നത് സ്ത്രീകൾക്കാണ്. പുരുഷന്മാർക്ക് അങ്ങനെയല്ല, അവർക്ക് ഷോൾഡർ ആൻഡ് നെക്ക് സൈഡിലേക്കാണ് കൂടുതലും വേദന വരിക. ഇതൊക്കെ എന്ന് പറയുന്നത് തിരിച്ചും മറിച്ചും ഒക്കെ വരാൻ സാധ്യതയുണ്ട്. പക്ഷെ നമ്മൾ ഏറ്റവും കൂടുതൽ കാണുന്നത് ഇങ്ങനെയാണ്. അപ്പോൾ ഇത്തരം പ്രശ്നങ്ങൾ വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഇത് ഗ്യാസ്ട്രിക് പെയിൻ ആണെന്ന് തോന്നുന്നില്ല എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഡോക്ടറെ സമീപിക്കേണ്ടതാണ്. നിങ്ങൾക്കിതിൽ ചെയ്യാവുന്നത് ഫസ്റ്റ് ഒരു ECG എടുത്ത് നോക്കുക, വേരിയേഷൻ ഉണ്ടോ നോക്കുക, നിങ്ങളുടെ ഹാർട്ട് റേറ്റ് നോക്കുക. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു പ്രശ്നം വന്നിട്ടുണ്ടോ എന്ന് മനസ്സിലാകും. ഇനി അതും അല്ലെങ്കിൽ ട്രോപ്പോണിൻ എന്ന ഹോർമോൺ നിങ്ങൾക്ക് ടെസ്റ്റിന് വിധേയമാക്കാവുന്നതാണ്. അതിലുള്ള വേരിയേഷൻ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരു അറ്റാക്ക് വന്നു പോയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാൻ ഹെൽപ്പ് ചെയ്യും. ഇനി നമുക്ക് ഇത് വരാതിരിക്കാൻ എന്തൊക്കെ ചെയ്യാൻ പറ്റും? നമുക്കിപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഹൃദയ സംബന്ധമായ ഹിസ്റ്ററി ഉള്ളവരാണെങ്കിൽ നമ്മളതിന് കെയർഫുള്ളായിട്ടിരിക്കണം. ഇനി അല്ലാത്ത പക്ഷം നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റുന്നത് ഭക്ഷണത്തിൽ തന്നെയാണ്, അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള വ്യായാമം ചെയ്തുകൊണ്ട് തന്നെയാണ്. ഇതൊക്കെ ചെയ്താലും വരില്ലേന്ന് എൻ്റെ അടുത്ത് ഒരു പേഷ്യൻ്റ് ഇവിടെ വന്നപ്പോൾ ചോദിച്ചിരുന്നു, ഡോക്ടർ ഞാൻ കൃത്യമായിട്ട് എക്സസൈസ് ചെയ്യുന്ന ഒരാളാണ്, കൃത്യമായിട്ട് ജിമ്മിൽ വർക്കൗട്ട് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ ഭക്ഷണത്തിൽ വളരെ കൺട്രോൾഡായിരുന്നു, കാർബ് കുറവാണ്, ഷുഗർ കുറവാണ്, ബട്ട് എനിക്ക് ഹാർട്ട് അറ്റാക്ക് വന്നു എന്ന് എൻ്റെ അടുത്തൊരു പേഷ്യൻ്റ് വന്ന് പറഞ്ഞിട്ടുണ്ട്. അവർക്കാണെങ്കിൽ ഫാമിലി ഹിസ്റ്ററി ഇല്ല, യാതൊരുവിധ ഫാമിലിയിൽ ആർക്കും ഇങ്ങനെ ഒരു പ്രശ്നം, ഹൃദയ സംബന്ധമായ രോഗങ്ങളില്ല. എന്നിരുന്നാൽ പോലും ഇവർക്ക് ഈ ഒരു ബുദ്ധിമുട്ട് വന്നു എന്ന് പറഞ്ഞു. അതിന് ഞാൻ കാണുന്നൊരു റീസൺ എന്ന് വെച്ചാൽ സ്ട്രെസ്സാണ്. നിങ്ങൾക്ക് എത്രത്തോളം സ്ട്രെസ് ഉണ്ടോ നിങ്ങൾക്ക് അറ്റാക്കിനുള്ള സാധ്യത കൂടുതലാണ്. ചിലപ്പോൾ നിങ്ങൾക്ക് വർക്ക് സ്പേസിലായിരിക്കാം സ്ട്രെസ് ഉള്ളത്. നിങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥലത്ത് നിങ്ങൾക്ക് താങ്ങാവുന്നതിലധികം ജോലിയുടെ ഭാരം നിങ്ങളുടെ ബ്രെയിനിന് വരുന്നുണ്ട് എങ്കിൽ നിങ്ങൾക്ക് അറ്റാക്ക് വരാൻ സാധ്യതയുണ്ട്. ഇതെല്ലാം സാധ്യതകളാണ്, നിങ്ങൾക്ക് വരും എന്നല്ല, സാധ്യതയുണ്ട്. അതിപ്പോൾ സ്ട്രെസ് ഒരു കൺസേണിങ് ഫാക്ടറാണ്, നിങ്ങൾ തീർച്ചയായിട്ടും അതിൽ വർക്ക് ചെയ്യേണ്ടതാണ്. ഇപ്പോൾ സ്ട്രെസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കുറക്കാനുള്ള എന്തെങ്കിലും മാർഗ്ഗങ്ങൾ നിങ്ങൾ സ്വീകരിച്ചേ പറ്റൂ. ചിലർക്ക് പ്രഷർ ഉണ്ടാവുന്നത് ഫാമിലി ലൈഫിലായിരിക്കും, അല്ലെങ്കിൽ ഫിനാൻഷ്യൽ പ്രശ്നങ്ങൾ, സാമ്പത്തിക ബുദ്ധിമുട്ടുകളായിരിക്കും. അപ്പോൾ ഇതിൽ നിന്ന് മുക്തി നേടിക്കഴിഞ്ഞാൽ മാത്രമേ നിങ്ങളുടെ മൈൻഡും നിങ്ങളുടെ ബ്രെയിനും നിങ്ങളുടെ ഹാർട്ടും എല്ലാം ഫ്രീ ആവുള്ളൂ. അല്ലാതെ നിങ്ങൾ റെഗുലർലി എക്സസൈസ് ചെയ്യുന്നു, നല്ല ഫുഡുകൾ മാത്രമേ കഴിക്കുന്നുള്ളൂ എന്ന് പറഞ്ഞതുകൊണ്ട് നിങ്ങൾക്ക് ഇത്തരം ബുദ്ധിമുട്ടുകൾ വന്നുകൂടാ എന്നില്ല. അപ്പോൾ ഈ ചോദ്യം ചോദിക്കുന്ന ആൾക്കാരോട് എനിക്ക് പറയാനുള്ള മറുപടി ഇതാണ്, നിങ്ങളുടെ ഹാർട്ടും ഒരേപോലെ നിങ്ങളുടെ മനസ്സും ഒരേപോലെ ഫ്രീ ആയിരിക്കണം. അത് നിർബന്ധമാണ്. നിങ്ങളുടെ ഫിസിക്കൽ അപ്പിയറൻസ് മാത്രം പെർഫെക്റ്റ് ആയിട്ട് കാര്യമില്ല, നിങ്ങളുടെ മൈൻഡിലുള്ള കാര്യങ്ങളും നിങ്ങൾ ചിന്തിക്കുന്ന കാര്യങ്ങളും കൂടെ പെർഫെക്റ്റ് ആണെങ്കിൽ മാത്രമേ രോഗങ്ങൾ, ഹാർട്ട് അറ്റാക്ക് എന്നല്ല ഏതൊരു രോഗത്തിനാണെങ്കിലും ഇതൊരു സൊല്യൂഷനാണ്. പിന്നെ പറയാനുള്ളത്, നിങ്ങൾ എന്തൊക്കെ ശ്രദ്ധിക്കണം, ഭക്ഷണ രീതിയിൽ എന്തായാലും നിങ്ങൾ വർക്കൗട്ട് ചെയ്യണം. അതൊന്നും നമുക്ക് സ്കിപ്പ് ചെയ്യാൻ പറ്റുന്നതല്ല. റെഗുലർലി ഒരു 1 hour എങ്കിലും എക്സസൈസ് ചെയ്യുന്നൊരു ശീലം നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടായിരിക്കണം. അത് ഇപ്പോൾ ഈ പ്രായമായവരോടൊക്കെ കൂടുതലായിട്ട് നടക്കാൻ പോകാൻ തന്നെ പറയാറ്. ഇപ്പം മുട്ടുവേദന അല്ലെങ്കിൽ ഊരവേദനയൊക്കെ ഉള്ള ആൾക്കാരുണ്ടാവും. അപ്പോൾ നട്ടലിൻ്റെ പ്രശ്നങ്ങളുള്ളവർ, അത്തരക്കാർ പതിയെ നടക്കുക എന്നുള്ളത് തന്നെയാണ് ഒരു എക്സസൈസ്. അല്ലാത്തവർക്ക് താരതമ്യേന ചെറുപ്പക്കാർക്ക് എല്ലാ രീതിയിലുള്ള എക്സസൈസുകളും 1 മണിക്കൂറോ 1.5 മണിക്കൂറോ 2 മണിക്കൂറോ നിങ്ങളുടെ കൺവീനിയൻസിനനുസരിച്ച് ചെയ്യാവുന്നതാണ്. രണ്ടാമത്തെ കാര്യം, ഭക്ഷണത്തിൽ ശ്രദ്ധിക്കേണ്ടത് എപ്പോഴും ഗ്രീൻ ലീഫി വെജിറ്റബിൾസ് അഥവാ ഇലക്കറികൾ, പച്ച നിറത്തോടു കൂടിയ പച്ചക്കറികൾ കൂടുതലായിട്ടും ഡയറ്റിൽ ഉൾപ്പെടുത്തണം. ഗ്യാസ് അടങ്ങിയതിന് പകരം, ഇപ്പോൾ ഗ്യാസ് കൂടുതൽ അടങ്ങിയ മണ്ണിനടിയിൽ വളരുന്ന പച്ചക്കറികളും നല്ലത് തന്നെയാണ്. പക്ഷെ അതിലുപരി നിങ്ങൾ എപ്പോഴും ഗ്രീൻ ലീഫി വെജിറ്റബിൾസ് എന്നൊരു ടേം പറയുന്നത് കൊണ്ടാണ് അത് എപ്പോഴും കൂടുതൽ നിങ്ങളുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ ശ്രദ്ധിക്കണം. എല്ലാ
തരത്തിലുള്ള ഫ്രൂട്ട്സും നിങ്ങൾ കഴിക്കണം. അതിൽ തന്നെ പുളിപ്പ് കൂടുതലുള്ള ഫ്രൂട്ട്സാണ് എപ്പോഴും പ്രിഫറബിളി നല്ലത്. ഇനി ഫ്രൂട്ട്സിൽ തന്നെ ഒരു ഫാറ്റ് കണ്ടൻറ്റും കൂടെ അടങ്ങിയത് അത്യാവശ്യം നല്ല ഫാറ്റുള്ളൊരു ഫ്രൂട്ടാണ് അവക്കാഡോ എന്ന് പറയുന്നത്. അത് നിർബന്ധമായിട്ടും നിങ്ങളുടെ ഡയറ്റിൽ ഉൾപ്പെടുത്താൻ ശ്രദ്ധിക്കുക. ഡെയിലി ഓരോ മുട്ട നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ്. അതിൽ കൂടുതൽ ഒഴിവാക്കിയാൽ മതി. മുട്ട ഒരിക്കലും നിങ്ങളുടെ കൊളസ്ട്രോൾ കൂട്ടുകയോ അല്ലെങ്കിൽ ഹാർട്ട് അറ്റാക്കിന് ഒരു കാരണമാവുകയോ ചെയ്യുന്നില്ല. മുട്ട ഒഴിവാക്കേണ്ട ആവശ്യമില്ല. പലരും മുട്ട ഒഴിവാക്കി കണ്ടിട്ടുണ്ട്. അതിൽ പിന്നെ ഒരു യെല്ലോ കളർ പോർഷൻ കളഞ്ഞിട്ട് വൈറ്റ് ഭാഗം മാത്രം കഴിക്കുന്ന ഒരുപാട് പേരുണ്ട്. പക്ഷേ അങ്ങനെ നിങ്ങൾ ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ഒരു മുട്ട ഡെയിലി കഴിക്കാം. നിങ്ങൾക്ക് ഇറച്ചിയോ മീനോ മുട്ടയോ എന്തും കഴിക്കുന്നതിന് റെസ്ട്രിക്ഷൻസ് ഇല്ല. പക്ഷേ നിങ്ങൾക്ക് എപ്പോഴും കുറക്കേണ്ടത് ഷുഗർ ഇൻടേക്ക്, അതുപോലെ കാർബോഹൈഡ്രേറ്റിൻ്റെ ഇൻടേക്ക്. അതായത് ഇപ്പോൾ നിങ്ങളുടെ റൈസിൻ്റെ അളവ്, രാവിലെ കഴിക്കുന്ന അപ്പത്തിൻ്റെ അളവ്, ഇതൊക്കെയാണ് കുറക്കേണ്ടത്. ഇപ്പോൾ രാത്രി ചോറ് കഴിക്കുന്ന ശീലമുള്ളവരാണെങ്കിൽ രാത്രി ചപ്പാത്തി ആക്കുക. 2 നേരം 3 നേരം ചപ്പാത്തി കഴിക്കണമെന്നില്ല. ഒരു പേഷ്യൻറ്റിൻ്റെ അടുത്ത് ചോറ് ഒഴിവാക്കാൻ പറഞ്ഞപ്പോൾ ചോറ് കംപ്ലീറ്റ്ലി കുറയ്ക്കാനേ പറഞ്ഞിട്ടുള്ളൂ. ചോറ് കംപ്ലീറ്റ്ലി ഒഴിവാക്കി. ഉച്ചയ്ക്കും ചപ്പാത്തി, രാത്രി ചപ്പാത്തി, രാവിലെ ചപ്പാത്തി. അപ്പോൾ വിശപ്പ് മാറാതായപ്പോൾ 3 ചപ്പാത്തി 4 ചപ്പാത്തി. ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. ഇതിൻ്റെ ഗ്ലൈസീമിക് ഇൻഡെക്സിന് ചെറിയ മാറ്റമുണ്ട് എന്നേ ഉള്ളൂ. ലോ ഗ്ലൈസീമിക് ഇൻഡെക്സ് ഉള്ള ഫുഡുകൾ നമ്മൾ സെലക്ട് ചെയ്യണമെന്ന് പറയുമ്പോൾ അത് അമിതമാവാതിരിക്കാനും ശ്രദ്ധിക്കണം. ഇപ്പോൾ റൈസ് നിങ്ങൾ കഴിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് പെട്ടെന്ന് ഷുഗർ കൂടുകയാണ് ബ്ലഡിൽ. ബട്ട് നിങ്ങൾ ചപ്പാത്തി കഴിക്കുമ്പോൾ അത് സ്ലോലി കൂടുന്നുണ്ട്. അതും കൂടെ നോട്ട് ചെയ്യുക. അപ്പോൾ 2 ചപ്പാത്തി കൂടുതലൊന്നും ഒരാൾ കഴിക്കാതിരിക്കുന്നത് തന്നെയാണ് നല്ലത്. ഇപ്പോൾ ഈ ഭക്ഷണങ്ങളൊക്കെ എപ്പോഴും ലോ ക്വാണ്ടിറ്റിയിലായിരിക്കും എടുക്കുന്നത്. ചെറിയ ചെറിയ പോർഷൻസ് ആയിട്ട് എടുക്കുക. എന്നിട്ട് റിപ്പീറ്റ്. ഇപ്പോൾ 8 മണിക്കാണ് നിങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചെങ്കിൽ 10 മണിയാകുമ്പോൾ നിങ്ങൾക്ക് ചെറിയ എന്തെങ്കിലും സ്നാക്ക് പോലെ കഴിക്കാം. അത് പുറത്തുനിന്നുള്ള സാധനങ്ങളോ ബിസ്ക്കറ്റോ ബ്രെഡോ ആവാതിരുന്നാൽ മതി. ഉച്ചയ്ക്ക് നിങ്ങൾക്ക് ഒരു പിടി ചോറ് കഴിക്കാം. അതിൻ്റെ കൂടെ പച്ചക്കറി, ചിക്കൻ, മുട്ട, മീൻ എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ ഇഷ്ടത്തിന്. ഈവനിങ് ആകുമ്പോൾ ഫ്രൂട്ട്സ് എന്തെങ്കിലും കഴിക്കാം, അല്ലെങ്കിൽ ഉച്ചത്തെ തോരൻ തന്നെ കഴിക്കാം. രാത്രി 2 ചപ്പാത്തി വിത്ത് എനി കറി. ഇപ്പം നിങ്ങൾക്ക് സാലഡ് ആണെങ്കിലും നൈറ്റ് യൂസ് ചെയ്യാം. എപ്പോഴും കുറച്ച് നേരത്തെ ഫുഡ് കഴിക്കാൻ ശ്രദ്ധിക്കുക, നേരത്തെ കിടക്കാനും ശ്രദ്ധിക്കുക. നിങ്ങൾ എപ്പോൾ പിന്നെ ഒരു 3 മണിക്കൂർ ഗ്യാപ്പെങ്കിലും വേണം ഫുഡിനും നിങ്ങളുടെ രാത്രിയിലെ കിടത്തത്തിനും വേണ്ടിയിട്ട്. ഇടയിൽ ഒരു 3 hours ഗ്യാപ്പ് ഇടുന്നത് എപ്പോഴും നല്ലതാണ്. ഫുഡെല്ലാം ശരിയായ രീതിയിൽ ദഹിച്ചതിന് ശേഷം കിടക്കാൻ ശ്രദ്ധിക്കുക. മറ്റൊരു കാരണം, രാത്രി നിങ്ങൾ കിടന്ന് ഉറങ്ങുമ്പോൾ മൂത്രം ഒഴിക്കാൻ എണീക്കുന്ന ശീലമുള്ള ആൾക്കാരുണ്ടാകും. അത്തരക്കാർ പെട്ടെന്ന് ചാടി എഴുന്നേറ്റ് ബാത്റൂമിൽ പോകുന്നത് ഒഴിവാക്കുക. നിങ്ങളുടെ തലച്ചോറിലേക്കുള്ള ബ്ലഡ് സർക്കുലേഷൻ ഒന്നും ആ ടൈം കറക്റ്റായി കാണില്ല. എപ്പോഴും ബെഡിൽ എണീറ്റ് കുറച്ച് നേരം ഇരുന്ന് 1 മിനിറ്റെങ്കിലും അവിടെ ഇരുന്നിട്ട് പതിയെ എണീക്കാൻ ശ്രദ്ധിക്കുക. പെട്ടെന്നുള്ള എണീക്കൽ നിങ്ങൾ വീഴാൻ കാരണമാകും. കാരണം ഇപ്പോൾ ഈ ഒരു തലച്ചോറിലേക്ക് കറക്റ്റായിട്ട് ബ്ലഡ് സർക്കുലേഷൻ എത്താൻ ഒരു 30 സെക്കൻഡെങ്കിലും എടുക്കും നിങ്ങൾ കിടന്ന് എഴുന്നേറ്റ് കഴിയുമ്പോൾ. അത് കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ പെട്ടെന്ന് വീഴാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനത്തെ അപകടങ്ങൾ ഒഴിവാക്കാനായിട്ട് എപ്പോഴും രാത്രി കിടന്ന് എഴുന്നേൽക്കുന്ന സമയത്ത് ഒരു 30 സെക്കൻഡ് ബെഡിൽ അതുപോലെ തന്നെ ഇരുന്നതിന് ശേഷം മാത്രം എണീക്കാം. ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ മാത്രം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതിയാകും. ഇതിൻ്റെ കൂട്ടത്തിൽ നിങ്ങൾക്ക് ഓൾറെഡി ഷുഗറുള്ള ഒരാളാണ് എന്നുണ്ടെങ്കിൽ ആ ഷുഗറിന് വേണ്ടിയിട്ട് നിങ്ങൾ ഒഴിവാക്കേണ്ട ഭക്ഷണങ്ങളും കൂടെ ഫുഡിൽ നിന്ന് ഒഴിവാക്കുക. ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങളിൽ മധുരമുള്ള ഫ്രൂട്ട്സാണ് മധുരമുള്ളതാകെ ഞാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആ ഫ്രൂട്ട്സിൽ നിങ്ങൾക്ക് തീരെ പറ്റാത്ത ഫ്രൂട്ട്സ് ഒഴിവാക്കാം. ഇപ്പോൾ ഷുഗറുള്ള ആൾക്കാരാണെങ്കിൽ തന്നെ എല്ലാ ഫ്രൂട്ട്സും കംപ്ലീറ്റ്ലി ഒഴിവാക്കണം എന്നൊന്നുമില്ല. നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ഫ്രൂട്ടിൻ്റെ ഹാഫ് പോർഷൻ ഒരു ഡേ ധൈര്യമായിട്ട് എടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ഫ്രൂട്ട്സും എടുക്കാം അതിൽ. ഇപ്പോൾ നിങ്ങൾ ഓറഞ്ചാണ് പ്രിഫർ ചെയ്യുന്ന ഒരാളാണ്, നിങ്ങൾക്ക് ഷുഗർ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ഹാഫ് ഓറഞ്ച് ഒരു ദിവസം കഴിക്കാം, അതിനൊരു പ്രശ്നമില്ല. പക്ഷേ അന്ന് വേറെ ഫ്രൂട്ട്സ് ഒന്നും നിങ്ങൾ കഴിക്കരുതെന്ന് മാത്രം. പിന്നെ ഈ ഷുഗർ ഉള്ളവർക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു ഫ്രൂട്ടാണ് നമ്മുടെ പേരക്ക എന്ന് പറയുന്നത്. പേരക്ക എല്ലാവർക്കും ഡയറ്റിൽ ഉൾപ്പെടുത്താം. അതുപോലെ ആപ്പിൾ, നിങ്ങൾക്കൊരു ഹാഫ് ആപ്പിൾ ഒരു ദിവസം കഴിക്കാം. പൊമോഗ്രാനൈറ്റ് ഹാഫ് പൊമോഗ്രാനൈറ്റ് കഴിക്കാം. എപ്പോഴും നിങ്ങൾ എടുക്കുന്നതിൻ്റെ ഒരു പോർഷൻ ഒരു ഹാഫ് പോർഷൻ ആക്കാൻ ശ്രദ്ധിച്ചാൽ മതി. ഇപ്പോൾ ഇത്തരം പ്രശ്നങ്ങളുള്ള സ്ത്രീകളാണെന്നുണ്ടെങ്കിൽ 40 കഴിഞ്ഞ സ്ത്രീകളാണെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് കാൽഷ്യം എടുക്കുന്നില്ലേ, ബോഡി പെയിൻ വരുന്നില്ല എന്നുള്ള ഉറപ്പ് വരുത്താൻ. നിങ്ങൾക്ക് ഹോർമോൺ ഡെഫിഷ്യൻസി വരുന്ന സമയമാണ്. അതുകൊണ്ട് തന്നെ എക്സസൈസ് ഒന്നും കൂടി ഊർജിതമാക്കാൻ നോക്കുക. ഡയറ്റ് ഒന്നും കൂടെ ശ്രദ്ധിക്കുക. എപ്പോഴും വെയിറ്റ് കൺട്രോൾഡ് ആയിരിക്കണം, വെയിറ്റ് ബാലൻസ്ഡ് ആയിരിക്കണം. ഹൈറ്റിനനുസരിച്ചുള്ള വെയിറ്റ് ആയിക്കഴിഞ്ഞാൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവില്ല. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, നമ്മുടെ ബ്ലഡിൽ കൊളസ്ട്രോൾ കൂടുന്ന സമയത്താണല്ലോ ഈ ഹാർട്ട് അറ്റാക്ക് വരുന്നത്. അപ്പം എപ്പോഴും ഒരു ബ്ലോക്ക് വരിക എന്നുള്ളതിനെ നിങ്ങൾ കാണേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ, പലർക്കും പല രീതിയിൽ ബ്ലോക്ക് ഉണ്ടാവാം. നമ്മൾ കഴിച്ച ഭക്ഷണത്തിൻ്റെ ഭാഗമായിട്ട് കൊഴുപ്പടിഞ്ഞുകൂടി ആ ബ്ലോക്ക് വരുന്ന സമയത്ത് ആ ബ്ലോക്ക് നീങ്ങാം, പാസ് പൊസിഷനിൽ നീങ്ങാം. ഇപ്പം ബ്ലോക്ക് ഓൾറെഡി ഉള്ള ഒരാളാണെങ്കിൽ നിങ്ങൾ വർഷാവർഷം ടെസ്റ്റുകൾ, ഈ TMT പോലുള്ള ടെസ്റ്റുകൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കിങ്ങനെ അറ്റാക്കിനുള്ള സാധ്യതയുണ്ടോ എന്ന് നമുക്ക് മുൻകൂട്ടി അറിയാൻ പറ്റും. അങ്ങനെ എന്തെങ്കിലും ഒരു ബ്ലോക്ക് സസ്പെക്റ്റ് ചെയ്യുന്ന വ്യക്തിയാണെങ്കിൽ പെട്ടെന്ന് ഹെവി വെയിറ്റ് എടുക്കുന്ന സമയത്ത് ബ്ലോക്ക് നീങ്ങാനും ചെറിയ ഏതെങ്കിലും രക്തക്കുഴലിൽ പോയി അടിഞ്ഞുകൂടാനും ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ ടെസ്റ്റുകൾ ചെയ്യണം. ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾക്ക് പാരമ്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ TMT ടെസ്റ്റ് റിപ്പീറ്റായിട്ട് ചെയ്യണം. വർഷത്തിലൊരിക്കലെങ്കിലും ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ ഓൾറെഡി ബ്ലോക്ക് ഉള്ള ആൾക്കാർ പൊടുന്നനെ വെയിറ്റ് ലിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് ഈ
ഇതെല്ലാം നീങ്ങാൻ ചാൻസ് ഉണ്ട്. പിന്നെ ആ സമയത്ത് നമുക്ക് ആൻജിയോഗ്രാം ചെയ്തത് കണ്ടുപിടിച്ച് ചിലരിൽ ആൻജിയോപ്ലാസ്റ്റി ചെയ്യേണ്ടി വരും. വൺസ് ആൻജിയോപ്ലാസ്റ്റി ചെയ്തവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്ഥിരമായിട്ട് മരുന്നുകളും എടുക്കണം. അതിപ്പോൾ ബൈപ്പാസ് ആണെങ്കിലും ശരി, ആൻജിയോപ്ലാസ്റ്റി ആണെങ്കിലും ശരി, നിങ്ങൾക്ക് സ്റ്റാറ്റിൻസ് ഉണ്ടാവും, ബീറ്റ ബ്ലോക്കേഴ്സ് ഉണ്ടാവും. ഇതെല്ലാം നിങ്ങൾ കഴിക്കണം. മാത്രമല്ല ഒരു ഡോക്ടറുടെ നിർദ്ദേശമില്ലാതെ ഇതൊന്നും സ്റ്റോപ്പ് ചെയ്യാനും നിങ്ങൾക്ക് പറ്റില്ല. BP എപ്പോഴും മോണിറ്റേർഡ് ആയിട്ടിരിക്കാനും ശ്രദ്ധിക്കണം. അപ്പോൾ ഒരു ഹാർട്ട് ബ്ലോക്ക് ഉണ്ടാവുന്നത് പൊടുന്നനൊരു ദിവസമല്ല. നിങ്ങൾക്ക് ഹാർട്ട് അറ്റാക്ക് വരുന്നത് പൊടുന്നനെ ഒരു സമയത്ത് പെട്ടെന്നാണ്. പക്ഷെ ഒരിക്കലും ആ ഹാർട്ട് അറ്റാക്കിനുള്ള കാരണം പൊടുന്നനെ ഉണ്ടായതല്ല. അത് വർഷാവർഷങ്ങൾ നിങ്ങൾ കഴിച്ച ഫുഡിൻ്റെയും നിങ്ങൾ ചെയ്യാത്ത എക്സസൈസിൻ്റെയും ഒക്കെ ഫലമായിട്ടായിരിക്കാം വരുന്നത്. ഉറപ്പില്ല, ആയിരിക്കാം. അങ്ങനെ ആയിരിക്കാനാണ് സാധ്യത. അപ്പോൾ അങ്ങനെ വരാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ ഇതിനെ നിങ്ങൾ കൺട്രോൾ ചെയ്യുക എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ നിങ്ങൾ നോക്കുമ്പോൾ ഒരു 70% ബ്ലോക്കാണ് നിങ്ങൾക്ക് ഉള്ളത് എങ്കിൽ ആ 70% ബ്ലോക്ക് ബാക്കി 30% ബ്ലഡ് സർക്കുലേഷൻ അവിടെ കാണുന്നുണ്ട്, ബ്ലഡ് പോകുന്നുണ്ട്. പക്ഷെ നമുക്ക് ഈ 70 80 ആയി 90 ആയി 100 ആവുകയല്ല ചെയ്യുക. 70 പെട്ടെന്ന് 100 ആവാം. അത് നിങ്ങൾ മനസ്സിലാക്കണം. അപ്പോൾ നിങ്ങൾക്കൊരു ഹാർട്ട് ബ്ലോക്ക് 50% ബ്ലോക്ക് ഒരു ഏരിയയിലുണ്ട്, ഒരു ബ്ലഡ് വെസലിലുണ്ടെങ്കിൽ ആ 50 60 ആയി 65 ആയി 70 ആയി അങ്ങനെ കൂടിയല്ല നിങ്ങൾക്ക് അറ്റാക്ക് വരുന്നത്. ഈ 50 പൊടുന്നനെ 100ലേക്ക് വരാം, 70 പൊടുന്നനെ 100ലേക്ക് വരാം, അല്ലാന്നുണ്ടെങ്കിൽ 65 ആയി 70 ആയി അങ്ങനെയും വരാം. അപ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധയോടെ ഇരിക്കേണ്ട ഒരു വിഷയമാണിത്. പ്രത്യേകിച്ച് സ്ത്രീകൾ കുറച്ച് കാലം സേഫാണ്. പക്ഷേ എന്തെങ്കിലും ഗർഭാശയ സംബന്ധ രോഗങ്ങളുള്ള സ്ത്രീകളാണെങ്കിൽ ഈസ്ട്രജൻ അളവിൽ വ്യത്യാസങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ മുൻകൂട്ടി കരുതലുകൾ എടുക്കുക. ഈ വീഡിയോനെ കുറിച്ച് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. ഞാൻ ഡോക്ടർ ജോബിതാക്ഷൻ, ഡോക്ടർ ബാസിൽസ് ഹോമിയോ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട്, മലപ്പുറം ജില്ല.